എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് 142ാമത്തെ പേജ് എടുത്ത് കയ്യിൽ വെക്കുക. കാരണം 142ാമത്തെ പേജ് അല്ലെങ്കിൽ 142 പേജ് നമ്പർ അതില്ലാതെ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുകയില്ല. ഓക്കെ, കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ 6.2, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിത്രീകരണം ഏതാണ് 6.2 പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ ഇൻക്ലൂഡിങ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ കിങ്ഡംസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പെക്യൂലിയാരിറ്റീസ്, സവിശേഷതകൾ, ഓരോ കിങ്ഡത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ചിത്രീകരണം പൂർത്തിയാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓഫ് കിങ്ഡം സൈറ്റിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾ, അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളും കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക ഇലിസ്ട്രേഷൻ 6.2, അതായത് ചിത്രീകരണം 6.2 കിങ്ഡംസ് ആൻഡ് ദെയർ പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കിങ്ഡങ്ങളും അവയുടെ പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സവിശേഷതകൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കിങ്ഡവും അവയുടെ സവിശേഷതകളും. അപ്പം ഈ കിങ്ഡങ്ങൾ എത്രയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 6 കിങ്ഡംസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഏതെല്ലാമാണ് ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവയെ ഓരോന്നിനെയും കുറിച്ചും പഠിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഈച്ച് വൺ ഓഫ് ദം. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയയെക്കുറിച്ചാണ്. ഓക്കെ, ബാക്ടീരിയസ് ആർ പ്രൊക്രിയോട്ടസ്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്രിയോട്ടറുകൾ ആണ്. എന്താണ് പ്രൊക്കാരിയോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്രൊക്രിയോട്ടുകൾ എന്താണെന്ന്. ഇനി അറിയില്ലാത്തവർ പ്രീവിയസ് വീഡിയോയിലേക്ക് പോവുക, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, പ്രൊക്രിയോട്ടസ് ആർ ഓർഗാനിസംസ് ഹൂ സെൽ ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനൽസ്. അപ്പം ഞാനത് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കുറിച്ചിട്ടിട്ടുണ്ട്. ഇവയുടെ എന്താണ് എല്ലാ സെൽ ഓർഗനലുകളും അവയ്ക്ക് ഇല്ലാത്ത ജീവജാലങ്ങളാണ്. ഓക്കെ, ബാക്ടീരിയ ഹാസ് എ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലിക്കൻ. അതായത് ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്റ്റിഡോഗ്ലിക്കനുകൾ കൊണ്ടുള്ള ഒരു സെൽ വാൾ അല്ലെങ്കിൽ ഒരു കോശഭിത്തി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട് ബാക്ടീരിയയ്ക്ക്. അപ്പം നിങ്ങളൊരു പുതിയ വാക്ക് ഇപ്പോൾ കണ്ടെത്തി, എന്താണ് പെപ്റ്റിഡോഗ്ലിക്കൻ ഓർ മുറേനിയൻ. അതായത് ഈ പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ജിജ്ഞാസ ഉണ്ടാവും നിങ്ങൾക്ക്. അത് കാരണം കൊണ്ട് ഞാൻ എഴുതുകയാണ്. അപ്പം പെപ്റ്റിഡോഗ്ലിക്കൻ ഈസ് എ യുണീക്ക് ലാർജ് മാക്രോ മോളിക്യൂൾ. അതായത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള വലിയ ഒരു മോളിക്യൂളാണ്. മാക്രോ മോളിക്യൂൾ വലിയ ഒരു മോളിക്യൂളാണ്. കൺസിസ്റ്റിംഗ് ഓഫ് ഷുഗർ ആൻഡ് അമിനോ ആസിഡ് ദാറ്റ് ഫോം എ മെഷ് ലൈക്ക് ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ ബാക്ടീരിയൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. അതായത് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക്, അതായത് കോശത്തിനുള്ളിലുണ്ടാകുന്ന ആ ദ്രവത്തെ തടഞ്ഞു നിർത്തുന്ന ആ മെംബ്രെയിൻ ആവരണത്തിന് ചുറ്റുമായിട്ട് ഉള്ള ഒരു എന്താണ് വല പോലെയുള്ള മെഷ് പോലെയുള്ള ഒരു ലെയറാണ്, ഒരു കവചമാണ്. അതിന് എന്തുകൊണ്ടാണ് കൺസിസ്റ്റിംഗ് ഓഫ്, അവ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷുഗർ കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടുമാണ് എന്നുള്ളതാണ്. ഒക്കെ എന്ത് പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നേക്കുക. അതായത് ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിന് പുറത്തുള്ള ഒരു മെഷ് പോലെയുള്ള ഒരു ആവരണമാണ് പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന ഒരു ആവരണം ബാക്ടീരിയയുടെ സെൽ വാളിലുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ബാക്ടീരിയ ആർ ഫൗണ്ട് എവറിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. അതായത് ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്, അവയെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയെല്ലാം കാണാം, മണ്ണിൽ കാണുവാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ജലത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും സവിശേഷത എന്താണ്, മറ്റുള്ള ജീവജാലങ്ങളുടെ ഉള്ളിലും അവയെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബാക്ടീരിയാസ് ആർ യൂണിസെല്ലുലർ ഓർഗാനിസം. ഇനി ഒരു കാര്യം എന്താണ്, ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്. ഓക്കെ, ബാക്ടീരിയാസ് ആർ മൈക്രോസ്കോപ്പിക് ബീയിങ്സ്. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോസ്കോപ്പിലൂടെ കാണുവാൻ മാത്രം സാധിക്കുന്ന ഒരു ജീവജാലമാണ്, അതിസൂക്ഷ്മമായ ജീവിയാണ്. ബാക്ടീരിയ ഹാവ് പ്ലാസ്മ മെംബ്രെയിൻ. ബാക്ടീരിയയ്ക്ക് എന്തുണ്ട്, ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ജിജ്ഞാസ അടക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ കോൾഡ് സെൽ മെംബ്രെയിൻ. അതിനെ എന്ത് പറയുന്നു, സെൽ മെംബ്രെയിൻ എന്നും പറയുന്നു. ഇറ്റ് ഈസ് ദ മെംബ്രെയിൻ ഫൗണ്ട് in all cells that separate the interior of the cell from outside environment. അതായത് ഒരു സെല്ലിൻ്റെ ഉൾഭാഗത്തെ
മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും വിഭജിക്കുന്നതിന് വേണ്ടി സെല്ലിന് ചുറ്റുമുള്ള ഒരു ആവരണമാണ് സെൽ മെമ്മറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾ ഫോർ ബാക്ടീരിയ, അതായത് ബാക്ടീരിയ എന്ന് പറയുന്ന അതിസൂക്ഷ്മ ജീവജാലത്തിന് എന്തെല്ലാമാണ് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് എഴുതാം റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വിബ്രിയോ കോളറ എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണവുമാണ്. ഇത്രയും നിങ്ങൾക്ക് ബാക്ടീരിയ എന്ന് പറയുന്ന ആ കിങ്ഡത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആർക്കിയ എന്ന് പറയുന്ന ആ ജീവജാലകത്തിലേക്കാണ്. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് ആർക്കിയാസ് ആർ പ്രോകാരിയോട്ടുകൾ, അതായത് ആർക്കിയ എന്ന് പറയുന്നത് എന്താണ്, പ്രോക്രിയോട്ടുകൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രോക്രിയോട്ടസ് എന്താണെന്നുള്ള കാര്യം പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർക്കിയ സെൽ വാൾ ലാക്ക് പെപ്റ്റിഡോഗ്ലിക്കൻ, അതായത് ആർക്കിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന ഒരു ആവരണം അവയുടെ സെൽഭിത്തിയിൽ അല്ലെങ്കിൽ കോശത്തിൻ്റെ വാളുകൾക്ക്, സെൽ വാളുകളിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് പോലെയുള്ള ഷുഗർ കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആവരണമാണ്. പക്ഷേ ഈ ആവരണം ആർക്കില്ല, ആർക്കിയയുടെ സെല്ലുകൾക്ക് ഇല്ല. ഓക്കെ, ആർക്കിയ ഈസ് സീൻ ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്. ഇനി ഒരു പ്രത്യേകത എന്താണ്, ഈ ആർക്കിയകളെ എവിടെയാണ് കാണുന്നത്, വളരെ പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സൈസിലുള്ള അന്തരീക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ അവയെ കാണപ്പെടുന്നു. ലൈക്ക് ഹോട്ട് സ്പ്രിംഗ്, അതായത് ചൂട് ഉറവകളുള്ള സ്ഥലത്ത് അവയെ കാണപ്പെടുവാനായിട്ട് സാധിക്കും. സലൈൻ ഏരിയ എന്ന് വെച്ചാൽ, സലൈൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സലൈൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് അല്ലെങ്കിൽ ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലും അവയെ കാണപ്പെടുന്നു. ഈ ആർക്കിയയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഹോട്ട് സ്പ്രിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നീരുറവ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. ഈ ഒറീസയിൽ തപ്തപ്പാണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നല്ല രസമാണ്, ഞാനൊന്ന് പോയിട്ടുണ്ട് അത് കാണുവാനായിട്ട്. അവിടെ നിന്നും ഭൂമിക്ക് അടിയിൽ നിന്നും ഇങ്ങനെ നീരുറവ പുറത്തേക്ക് വരുന്നതായിട്ട് കാണും. നിങ്ങൾക്ക് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പിക്നിക്കൊക്കെ അങ്ങോട്ട് വെക്കുക. ഓക്കെ, അപ്പം ലവണങ്ങൾ കൂടുതലുള്ള ഏരിയയിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾ ഫോർ ആർക്കിയ ആർ, അതായത് ഈ ആർക്കിയയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ഏതെല്ലാമാണ്, തെർമോകോക്കസ് എന്ന് പറയുന്ന ജീവജാലവും അതുപോലെ തന്നെ ഹലോ ബാക്ടീരിയം എന്ന് പറയുന്നതും. ഏതൊക്കെയാണ്, തെർമോകോക്കസും ഹലോ ബാക്ടീരിയയും ആർക്കിയയ്ക്ക് വളരെ നല്ല ഒരു ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തായിട്ട് തന്നിരിക്കുന്ന കിങ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം അനിമാലിയയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ കിങ്ഡം അനിമാലിയയിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. അനിമൽസ് എല്ലാതരം ഏതിനെയുമാണ് അനിമേലിയയിൽ ഉൾപ്പെടുന്നത്, എല്ലാതരം അനിമൽസും അല്ലെങ്കിൽ എല്ലാതരം ജീവികളും അനിമേലിയയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അനിമൽസ് ആർ മൾട്ടി സെല്ലുലർ യുക്രിയോട്ടിക് ഓർഗാനിസം. ഓക്കെ, എന്താണ് മനസ്സിലാക്കുന്നത്, അനിമൽസ് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അവ യുക്രിയോട്ടിക് ഓർഗാനിസം ഇൻ ബയോളജിക്കൽ കിങ്ഡം, അവ ബയോളജിക്കൽ കിങ്ഡത്തിൽ എന്താണ്, മൾട്ടി സെല്ലുലർ ആണ്. അപ്പോൾ യൂക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഓർഗാനിസം ഹൂസ് സെൽ കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് അതർ മെമ്മറൈൻ ബൗണ്ട് ഓർഗനൽസ്. അപ്പോൾ ഈ യൂക്രിയോട്ടസിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്താണ്, ഈ യൂക്രിയോട്ടസിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെമ്മറൈൻ ബൗണ്ട് ഓർഗനൽസും ഉണ്ടായിരിക്കുന്നതാണ്. വിത്ത് ഫ്യൂ എക്സെപ്ഷൻ, ചിലതിന് ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാണും. അനിമൽസ് കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽസ്, ബ്രീത്ത് ഓക്സിജൻ ആൻഡ് ഹാവ് മയോസൈറ്റസ്. പിന്നെ ഈ അനിമൽ കിങ്ഡത്തിലുള്ള ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്, അവ എന്താ ചെയ്യുന്നത്, കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽ, മറ്റ് ജീവജാലങ്ങളുടെ പദാർത്ഥങ്ങളെ അവ ആഹരിക്കുന്നു. ബ്രീത്ത് ഓക്സിജൻ, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, ഓക്സിജനെ സ്വീകരിക്കുന്നു. ഹാവ് മയോസൈറ്റസ്, അതായത് മയോസൈറ്റസ് അവയ്ക്ക് ഉണ്ട്. അതായത് മയോസൈറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മസിലിൽ നിന്നുണ്ടാകുന്ന എന്താണ് സെല്ലുകൾ, മസിൽ സെല്ലുകളുണ്ട്. അതുകൊണ്ട് അവയ്ക്കുള്ള ഗുണം എന്താണ്, ഈ മസിൽ സെല്ലുകൾ ഉള്ളതുകൊണ്ട് ദേ ആർ ഏബിൾ ടു മൂവ്, അവയ്ക്ക് ചലിക്കുവാനായിട്ട് സാധിക്കും. ക്യാൻ റീപ്രൊഡ്യൂസ് സെക്സ്വലി, അവയ്ക്ക് ലൈംഗിക ബന്ധത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുവാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഫോർ അനിമാലിയ ആർ, അതായത് ഈ അനിമാലിയയ്ക്കുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഹ്യൂമൻസ് ആൻഡ് ലിസാർഡ്, സ്പൈഡേഴ്സ്, ഫ്രോഗ്, ഇങ്ങനെ പറയുന്ന എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് ഏതിലേക്ക് ഉൾപ്പെടുത്താം, അനിമാലിയയിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്.